ഇവിടെ ഈ ഷോപ്പ് നടത്തിക്കൊണ്ടു പോകാൻ എന്തൊക്കെ ആദ്യം തുടങ്ങിയ സമയത്ത് എന്തൊക്കെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ വൈൽഡ് സിൽക്സിനെ പറ്റി നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ ബോധവാന്മാരല്ല. അപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രഷർ നൽകിയിട്ടുണ്ടോ? അല്ല, ബേസിക്കലി ഇത് നേരത്തെ തന്നെ വൈഫിനൊരു ഈ സിൽക്കിനോടും വസ്ത്രങ്ങളോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ വണ്ടമേട്ടിലായതുകൊണ്ടും ഈ സിറ്റിയിൽ നിന്ന് വളരെ അകന്ന് താമസിച്ചുകൊണ്ടും അത് എൻകറേജ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നീട് ഇവിടെ എറണാകുളത്ത് വന്ന് താമസിക്കാൻ സമയമായപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലതൊരു ആൾക്കാർ വരികയും അവർക്കൊരു അസൗകര്യം, നമുക്കൊരു അസൗകര്യം, ശരിയാണ്, അങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഇവിടെ വെച്ചങ്ങ് തുടങ്ങി എന്നുള്ളതുള്ളൂ. അപ്പോൾ ഈ പേര് സെലക്ട് ചെയ്തത് ആണെന്ന് പറഞ്ഞു, അത് എങ്ങനെയാണ് ഈ പേര് കിട്ടിയത്? പേര് 1-2 പേരുകൾ വന്നു. അപ്പോൾ ബേസിക്കലി ഹാൻഡ്ലൂമിലോട്ടായിരുന്നു താല്പര്യം. അപ്പോൾ അതുമായിട്ടൊരു ബന്ധപ്പെട്ട ഒരു പേര് സെർച്ച് ചെയ്ത് അങ്ങനെ കുറച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു പേരാണ് ടാൻഡക്ക. ഇതിൽ നമുക്ക് പുരുഷന്മാർക്ക് ഉപയോഗിക്കാവുന്ന സിൽക്സുകളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ വൈൽഡ് സിൽക്സ് പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്? തീർച്ചയായിട്ടും. വൈൽഡ് സിൽക്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സിൽക്ക് പോലെ തന്നെ കുർത്ത, ഷർട്ടൊക്കെ ഉണ്ടാക്കാം. മൾബറി സിൽക്സ് ഉപയോഗിക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവോ? ഇല്ല, അങ്ങനെയില്ല. പൊതുവേ ചൂട് കാലാവസ്ഥയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പം എവിടെ ചെന്നാലും AC ആണല്ലോ. പക്ഷെ കോട്ടൺ പോലെ ഏറ്റവും കൂടുതൽ എളുപ്പം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഈ സിൽക്സ് ആണ്, വൈൽഡ് സിൽക്സ് എന്ന് എനിക്ക് തോന്നുന്നു. വൈൽഡ് സിൽക്ക് ഒരു വെറൈറ്റിയാണ്. അതായത് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ആക്ച്വലി സിൽക്സ് എന്ന് പറയുന്ന 4 വെറൈറ്റിയാണ്. ഒന്ന് മൾബറി സിൽക്ക്, ടസർ സിൽക്ക്, എറി സിൽക്ക്, മൂക്ക സിൽക്ക്. ഇതാണ് സിൽക്കിൻ്റെ 4 വെറൈറ്റി. അതിൽ മൾബറി സിൽക്ക് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കേറ്റഡ് ആണ്. അത് കൂടുതലായിട്ട് സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂരാണ് അതിൻ്റെ ഒരു മെയിൻ സെൻറ്റർ. ഈ മൾബറി സിൽക്ക് എന്ന് പറഞ്ഞാൽ അത് മൾബറി ലീവ്സിൽ ഫീഡ് ചെയ്തുണ്ടാകുന്നതുകൊണ്ടാണ് മൾബറി സിൽക്ക് എന്ന് പറയുന്നത്. അത് കേരളത്തിലുണ്ടായിരുന്നല്ലോ. അത് വളരെ കോമൺ ആണ്, കേരളത്തിലുണ്ട്, ധാരാളം ലഭ്യമാണത്. നേരെ മറിച്ച് വൈൽഡ് സിൽക്ക് എന്ന് പറയുന്നത് ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഫോറസ്റ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം സിൽക്ക് വംശിൽ നിന്നുണ്ടാകുന്ന സിൽക്കാണ്. അപ്പോൾ അതിവിടെ കോമൺ അല്ല സൗത്ത് ഇന്ത്യയിൽ. അപ്പോൾ അതൊരു ഡിഫറൻസ്, ഒരു വ്യത്യാസമുള്ളൊരു കാര്യമായതുകൊണ്ടും അതിൽ പല ഡിസൈൻസ്, കളേഴ്സും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും. ഇതിനു വേണ്ടി നോർത്ത് ഇന്ത്യയിലെ വനാന്തരങ്ങളിൽ ആദിവാസികൾ കൃഷി ചെയ്യുന്നുണ്ടോ? ആദിവാസികളല്ല, അതിന് പല സൊസൈറ്റീസ് ഉണ്ട്. അവരിതിൻ്റെ സീഡ് കൊടുത്തിട്ട് അതുകൊണ്ട് അവർ ഫോറസ്റ്റിൽ ഇട്ടിട്ട് ഈ മരങ്ങളിൽ കൊണ്ടിട്ടിട്ട് അവിടെ ഇത് ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ അത് കൊക്കോൺ ആയി കഴിയുമ്പോൾ കൊക്കോൺ പോയി കളക്ട് ചെയ്തിട്ട് അവർ വില്ലേജസിൽ വീവ് ചെയ്തെടുക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ നിന്ന് വീവ് ചെയ്ത് ഇവിടെ വരുമ്പോൾ അതിൻ്റെ വില അത്രത്തോളം വില ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വില അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ വെയിറ്റും അനുസരിച്ചാണ് വരുന്നത്. പ്യുവർ അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് ബേസിക്കലായിട്ട്. പിന്നെ ഗോൾഡിലുള്ള ഇടയൊക്കെ കയറുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിലുള്ള വർക്ക് അനുസരിച്ചാണ് വില വരുന്നത്. അതിൻ്റെ ഗ്രാംസ് പെർ മീറ്റർ, അതായത് 50 grams per meter, 90 grams per meter, 40 grams per meter, അതനുസരിച്ചാണ് വില മാറുന്നത്. ഇത് നമുക്ക് പുരുഷന്മാർക്ക് ഉപയോഗിക്കാം എന്നാണ്. തീർച്ചയായിട്ടും. മൾബറി സിൽക്സും ഇതല്ല, പല തരത്തിലും വളരെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഇതാണ് ഇരിക്കുന്നത്. ഇത് ഒരുപക്ഷെ ഇപ്പോൾ എറണാകുളത്ത് എല്ലാവരും അറിഞ്ഞ് കാണാൻ വഴിയില്ല. കാരണം ഇവിടുത്തെ കസ്റ്റമേഴ്സ് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ് താങ്കൾക്കും വൈഫിനും ഇഷ്ടം. അല്ല, ഇത് ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പം ഇതെല്ലാ മീഡിയയിലും ഓൾമോസ്റ്റ് എല്ലാ പേപ്പേഴ്സിലും ഇത് ഞാൻ കൊടുത്തായിരുന്നു. പക്ഷേ അപ്പോൾ വരുന്ന ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഈ മെറ്റീരിയൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നവരല്ല, ഇത് കാണാൻ വേണ്ടി വരുന്നവരും അപ്പോൾ ഒരു ഭയങ്കര ക്രൗഡായിരുന്നു. ഒരു 10 അഡ്വർടൈസ്മെന്റ് ഒരു മാസത്തോളം പല പേപ്പറുകളിൽ വന്നു. ടൈപ്പ് ഉണ്ട്, ഇതെന്താണെന്ന് കാണാനും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള വിവരം വരെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിരുന്നു. മിക്കവാറും എല്ലാ പേപ്പേഴ്സിലും ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രോസസ്സിംഗ് കഴിഞ്ഞാണ് വരുന്നത്. അപ്പൊ ആ ഒരു തുണിത്തരം കാണാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് വന്നു. പക്ഷേ കുറെ നല്ലപോലെ സെയിലും ഉണ്ടായിരുന്നു. പക്ഷേ ആ കസ്റ്റമേഴ്സ് ഒന്നും നമ്മുടെ പെർമനന്റ് കസ്റ്റമേഴ്സ് അല്ല. ബേസിക്കലി ഇതിന് കുറെ താല്പര്യമുള്ളവരുണ്ട്. അപ്പൊ ഞങ്ങൾക്കിപ്പം കുറെ പെർമനന്റ് ആയിട്ട് വരുന്ന കുറെ വെള്ള വസ്ത്രം അല്ലെങ്കിൽ ഖദർ വസ്ത്രം ധരിക്കുന്ന ആളുകൾ അത് മാത്രം സെലക്ട് ചെയ്യുന്ന, അതുപോലെ സിൽക്ക് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലുള്ള കാരണം ഇതൊരു വെറൈറ്റിയാണ്, ഇത് എല്ലായിടത്തും കിട്ടത്തില്ല. ഇവിടെ എല്ലാ തരത്തിലുള്ള സിൽക്കും ഉള്ളതല്ലേ ഇവിടെ. അതുകൊണ്ട് അല്ല, ഞങ്ങൾ കൂടുതലായിട്ട് മൾബറി ഞങ്ങൾ ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ. മൾബറി ഇല്ലെന്ന് തന്നെ പറയാൻ വേണം. അത് മറ്റുള്ള ഷോപ്പുകളിൽ, എല്ലാ ഷോപ്പുകളിലും ഉണ്ട്.
ഇതൊരു വെറൈറ്റി അത്രേ ഉള്ളൂ. പിന്നെ അതിൽ കൂടുതൽ നമ്മളിത് ഇതെല്ലാം ഹാൻഡ് പിക്ഡ് ആണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം വൈഫിനൊരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു സാധനവും ഇവിടുന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത് അയക്കുന്നില്ല. എല്ലാ സാധനവും അതിന്റെ കളറും ഡിസൈനും പോയി സെലക്ട് ചെയ്തെടുത്തിട്ട് വരുന്നതാണ്. അതാണ് അതിന്റെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഞാനും സഹായിക്കാറുണ്ട്. സാരികൾ ഏതൊക്കെ റേഞ്ചിലാണ് ഇവിടെ ഉള്ളത്? സാരികൾ ഒരു കോട്ടൺ, പ്യൂർ കോട്ടൺ സാരീസ് ഉണ്ട്. അതൊരു 300 rupees സ്റ്റാർട്ട് ചെയ്താൽ അപ് ടു 10,000 rupees വരെയുള്ള സാരീസ് ഉണ്ട്. പുരുഷന്മാർക്ക് ഷർട്ടിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ളതിൻ്റെയൊക്കെ റേഞ്ച് ഏകദേശം ഏത് ലെവൽ വരും? അതും കോട്ടൺ 80 rupees per meter മുതൽ ഒരു 500-600 rupees വരെ ഉള്ളുണ്ട്. നല്ല സിൽക്കിൽ വൈറ്റും വരാറുണ്ടല്ലോ. തീർച്ചയായിട്ടും സിൽക്കിൽ എല്ലാ കളറും ഇതെല്ലാം ഡൈ ചെയ്യുന്നതാണ്. കൂടുതലായിട്ടും ഈ ഹാൻഡ് വൂവൺ ആൻഡ് ഈ പറയുന്ന ഓർഗാനിക് ഡൈസ്. വൈൽഡ് സിൽക്സിലും എല്ലാ കളറും കൂടുതലും ഓർഗാനിക് ഡൈസ് ആണ്. ഡിസൈൻസ് ഒക്കെ അവർ ഈ പറഞ്ഞ ഹാൻഡ് മെയ്ഡ് ഡിസൈൻസിൽ ഞങ്ങൾ അവരവിടെ പോകുമ്പോൾ നമ്മളെ ഒരു പാറ്റേൺ കാണിക്കും, അല്ലെങ്കിൽ ഒരു ഡിസൈൻ കാണിക്കും. നമുക്ക് അതിനകത്ത് ഒരു വ്യത്യാസം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഷീസ് ഗുഡ് ഇൻ സെലക്ഷൻ. അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം നമ്മളോടൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാമ്പിൾ കാണിക്കും. നമ്മളതിലൊരു ചേഞ്ച് വേണമെങ്കിൽ അത് അവരോട് പറയും. അതേപോലെ അവർ വീവ് ചെയ്ത് നമുക്ക് ഡൈ ചെയ്ത് നമ്മൾ ഇഷ്ടമുള്ള കളറിൽ അവർ അയച്ചു തരും. അതെല്ലാം ബേസിക്കലി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാണ്. ഈ ദുപ്പട്ട സെലക്ഷൻസിന്റെ കേസ് പറഞ്ഞു. ദുപ്പട്ട ഇപ്പൊ ഇഷ്ടപ്പെട്ട ആ സെലക്ഷൻ അനുസരിച്ചുള്ള ടോപ്പും അല്ലെങ്കിൽ ബോട്ടമും എടുക്കാനും കഴിയുമെന്ന് പറഞ്ഞു. മിക്സ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞു നേരത്തെ. ആ ഒരു വെറൈറ്റി ഓഫ് സെലക്ഷൻ ഇവിടെ മാത്രമേ ഉള്ളൂ, മറ്റിടത്ത് എവിടെയും ഇല്ല. അല്ല, നോർമലി നമ്മളിപ്പോ ഒരു സൽവാർ എടുക്കാൻ പോയാൽ അതൊരു സെറ്റ് ആയിരിക്കും. ഒരു ദുപ്പട്ട, അതിന്റെ കൂടെ ഒരു ടോപ്പിന്റെ ഒരു മെറ്റീരിയൽ, പിന്നെ ബോട്ടത്തിന്റെ ഒരു മെറ്റീരിയൽ. സോ അതൊരു പാക്കറ്റിനകത്ത് ഒരു പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ സെലക്ട് ചെയ്യാൻ കഴിയും. നമുക്കത് മാറ്റിയിട്ട് ഈ ദുപ്പട്ട വേണ്ട അത് മതി എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. ഇവിടെ എന്താ പ്രയോജനം എന്ന് വെച്ചാൽ ഒരു ദുപ്പട്ട എടുത്താൽ നമുക്ക് അതിന് ടോപ്പ് വേണമെങ്കിൽ ഒരു കളർ ചൂസ് ചെയ്യാം, ഒരു ഡിസൈൻ ചൂസ് ചെയ്യാം. ആൻഡ് ഷീ വിൽ ഹെൽപ്പ്. പുള്ളിക്കാരി അതൊന്ന് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ അവരെടുക്കുന്നത് ഒന്നുകൂടെ ഇങ്ങനെ ആയാലും കാണിക്കുമ്പോഴത്തേക്ക് അവർക്ക് അതായിരിക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി കിട്ടുമ്പോൾ അവർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രേരണ അവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഇവിടെ അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കുർത്ത അല്ലെങ്കിൽ ഈ പൈജാമ അല്ലെങ്കിൽ ചുരിദാർ ഇതെല്ലാം തയ്ച്ചു കൊടുക്കാനുള്ള സെറ്റപ്പ് എന്തുകൊണ്ട് തയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു നേരത്തെ. പക്ഷെ അത് നമ്മുടെ ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഇപ്പം തയ്യലിന്റെ കംപ്ലൈൻറ്റ്സ്, അപ്പം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നല്ല ടൈലേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരോട് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും. അത് കസ്റ്റമേഴ്സൊക്കെ അങ്ങോട്ട് പോയി സ്റ്റിച്ച് ചെയ്യിച്ചോളൂ. ഇവിടുത്തെ ഈ വെറൈറ്റീസ് ഓഫ് ഈ സിൽക്സിനെ കുറിച്ച് എനിക്കൊന്ന് കാണേണ്ടതുണ്ട്, ഓരോ ഐറ്റംസും. തീർച്ചയായിട്ടും. ഇത് വൈൽഡ് സിൽക്സിലുള്ളതാണല്ലേ? അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ടസർ സിൽക്ക് എന്ന് പറയുന്നത്. ടസർ സിൽക്ക് ഉള്ളൊരു ദുപ്പട്ടയാണല്ലേ? അതെ. ഞാൻ പറഞ്ഞ 4 വെറൈറ്റി സിൽക്ക്. ഇത് മൾബറി സിൽക്കാണ്. നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്ന മൾബറി സിൽക്കാണ്. ഇത് നല്ല ഗ്ലേസിംഗ് ഉണ്ട്. ഇത് ടസർ സിൽക്ക്. ഇത് വൈൽഡ് സിൽക്സിൽ ഇത് വൈൽഡാണ്. ഇത് പിന്നെ ഫോറസ്റ്റിൽ മാത്രം ഉണ്ടാകുന്നതാണ്. നമുക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ല. ഇത് എറി സിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ ആസാം അങ്ങോട്ടുള്ള ഭാഗത്ത് മാത്രം കാണുന്നതാണ്. മൂഗ. ഇതും മെയിനായിട്ടും ആസാം, ഉത്തരാഖണ്ഡ് ആ നോർത്തേൺ പാർട്ടിലുണ്ടാകുന്നതാണ്. അപ്പൊ ടസർ, എറി, മൂഗ. എറി കൂടുതൽ ലേഡീസിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ലേഡീസിനുള്ള എന്ത് ടോപ്പിനോ ബോട്ടത്തിനോ നമുക്ക് കുർത്തയ്ക്കോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഇപ്പൊ 4 വെറൈറ്റി ആയി. ടസറായി, മൾബറിയായി, എറിയായി, മൂഗായി. വൈൽഡ് സിൽക്സ് ഇത്രയും മനോഹരമാണെന്ന് അറിഞ്ഞില്ല. അതെ. ഒരു ദുപ്പട്ട എടുത്ത് ഒരു ദുപ്പട്ട നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതില് 3 കളേഴ്സ് ഉണ്ട്. യെല്ലോ, റെഡ്, ബ്ലൂ. അതില് ചില കസ്റ്റമേഴ്സിന് റെഡ് ആയിരിക്കും ടോപ്പ് ഇഷ്ടം, ചിലർക്ക് യെല്ലോ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് എല്ലാ കളറും ഇതിലുണ്ടല്ലോ. അതെ. അപ്പം നമ്മൾ ഓപ്ഷൻസ് കൊടുക്കും. കസ്റ്റമേഴ്സിൻ്റെ അഭിരുചി അനുസരിച്ച് അവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. നമ്മൾ അപ്പോൾ ഈ ദുപ്പട്ടയിലുള്ള കളറിനനുസരിച്ച് നമുക്ക് ഈ വൈൽഡ് സിൽക്സ് സെലക്ട് ചെയ്യാൻ പറ്റും. തന്നെയുള്ള സാരീസ് ഇപ്പം
കുറച്ച് പ്രായമായ ആൾക്കാർക്കൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ വേണേൽ വർക്ക് വേണമെങ്കിൽ അവർക്ക് ചെയ്യിക്കാം, അങ്ങനെ ചെയ്യാം. ഇതും വളരെ നല്ല ഡിസൈൻസ്. ഇതും ഹാൻഡ് മെയ്ഡ് ആണ് അല്ലേ? ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഈ കളർ വരുന്ന നൂലിട്ട് ഈ ഭാഗം അത് നെയ്യുമ്പോൾ തന്നെ ഈ കളറുള്ള നൂല് ആ ഭാഗത്ത് അതുപോലെ ഈ ഡിസൈൻസ് എല്ലാം ആ വീവിങ്ങിനകത്ത് തന്നെ വരുന്നതാണ്. ആ തറിയെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അത് വരയ്ക്കുന്നതും പെയിന്റ് ചെയ്യുന്നതല്ല. അല്ല, അപ്പോൾ ആ ഡിസൈൻസ് ഒക്കെ അതേപോലെ വീവിങ്ങിൽ തന്നെ വരും. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ സെലക്ട് ചെയ്യുമ്പം അവിടെ നമുക്ക് ഇപ്പോൾ ഇതിലൊരു ചേഞ്ച് വേണം, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ അവർ നമ്മളത് പറഞ്ഞു കൊടുത്തിട്ട് വരച്ചു കൊടുത്തിട്ട് പോകുന്നതല്ല, അതനുസരിച്ച് മാറ്റും. അപ്പോൾ ഓരോന്നും നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒന്നിൽ ഹാൻഡ് പിക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിക്കുന്നതാണ്. പിന്നെ പുതിയൊരു വെറൈറ്റി, ഇത് പ്രിന്റഡ് ആണ്. ഇത് സാരിയാണോ? അതും സാരിയാണ്. ഇതാണ് വെയിറ്റ് ഉള്ള സാരി, നല്ല വെയിറ്റ് ആണ്. ഇതിന് എറി സിൽക്ക്. വെയിറ്റ് കൂടുമ്പോൾ വിലയും കൂടും. ഇതെല്ലാം 7000 റേഞ്ചിലുള്ളതാണല്ലേ? ഇത്രയും നേരം ഈ സിൽക്കുകളെ കുറിച്ചെല്ലാം വളരെ വിശദമായ ഒരു വിവരണം നൽകിയതിന് വളരെ നന്ദിയുണ്ട്. അരമണിക്കൂർ സമയം നമുക്ക് വേണ്ടി, ഈ പ്രേക്ഷകർക്ക് വേണ്ടിയും കൊച്ചിൻ ചാനലിന് വേണ്ടി അനുവദിച്ചതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു. പ്രേക്ഷകരോടായി ഇന്നത്തെ ചോദ്യം: ലോകത്താദ്യമായി സിൽക്ക് കണ്ടുപിടിച്ചത് ഏത് രാജ്യമാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്ത് ആദ്യമായി സിൽക്ക് കണ്ടുപിടിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം താഴെ പറയുന്ന ടെലിഫോൺ നമ്പറിൽ അറിയിക്കുക. വിളിക്കേണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ 0484231774. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231774.